ഇവിടെ നടക്കാൻ പോലും പറ്റാത്ത 70 വയസ്സായ ലേഡി ഒരുത്തനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിനായിട്ട് ആശുപത്രിയിലേക്ക് ട്രേ എടുത്തോണ്ട് വന്ന ഒരു നേഴ്സിന്റെ മേലെ അറിയാതെ ഇടിക്കുന്നത് പോലെ ഇടിച്ചു. അതിൽ അവന് നിലത്ത് വീണത് എടുക്കാൻ പോയതും ഇവൾ അതിലുണ്ടായിരുന്ന ഒരു സൂചി അടിച്ചു മാറ്റി. അതിനുശേഷം ബാത്റൂമിലേക്ക് പോകാണെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു വിൻഡോ വഴി പിന്നിലുള്ള വള്ളിച്ചെടി പിടിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങി. കൂടാതെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ ബാത്റൂമിന്റെ പുറത്ത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരെയും അകത്തേക്ക് കടത്താതെ നിൽക്കുന്നുണ്ട്. നോക്കിയാൽ ഇവൾക്ക് കാലില്ലെങ്കിലും കൈയിന് ഭയങ്കര സ്ട്രെങ്ത് ആണ്. സോ ആ കൈ വെച്ചിട്ട് കുറച്ചായി മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ആ ചെടിയുടെ സെയിം കളർ ഡ്രസ് ഇട്ടത് കൊണ്ട് തന്നെ ഇവൾ അതിലുള്ളത് ആരെ കൊണ്ടും കാണാൻ പറ്റുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ആരെയാണ് കൊല്ലാൻ പോകുന്നതെന്ന് നോക്കിയാൽ 60 വർഷത്തിന് മുമ്പ് ഒരുത്തൻ ഇവരെ രണ്ടുപേരെയും വെച്ച് സ്മഗ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ മാത്രം മനസ്സ് മാറി പോലീസിന്റെ അടുത്ത് അപ്രൂവലായി. പോലീസ് ഇന്ന് റെയ്ഡ് വരാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞ് നൈസായി എസ്കേപ്പ് ആയതായിരുന്നു. അതിൽ പോലീസ് ഷൂട്ട് ചെയ്താണ് ആ ലേഡിക്ക് ഇപ്പൊ നടക്കാൻ പറ്റാതായത്. അത് മാത്രമല്ലാതെ 30 വർഷം ജയിൽ ശിക്ഷയും കിട്ടി, ജീവിതവും പോയി. എന്നാൽ ഇവൻ മാത്രം പുറത്തു വന്ന് നല്ല ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവനെ കൊല്ലാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അയാൾ ഓൾറെഡി ഹാർട്ടിന് പ്രോബ്ലം ആയിട്ട് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. സോ അതറിഞ്ഞത് ഇവൻക്ക് സൂചിയിൽ സോഡിയം നൈട്രേറ്റ് ഇൻജെക്ട് ചെയ്തത് അവന്റെ കയ്യിലുള്ള ബാൻഡ് ഇവളുടെ കയ്യിലേക്ക് മാറ്റിയിട്ട് ഇവളുടെ കയ്യിലുള്ള ബാൻഡ് അവന്റെ കയ്യിലേക്ക് മാറ്റി. ആക്ച്വലി ആശുപത്രിയിലേക്ക് വരുന്ന എല്ലാ പേഷ്യന്റിന്റെയും ഹാർട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി എല്ലാവരുടെ കയ്യിൽ ഈ ബാൻഡ് ഉണ്ടാകും. സോ ആ ബാൻഡ് ഇവരും എടുത്തോണ്ട് വന്നേ ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് ഇവൾക്ക് തന്നെ ഷോക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിലും അയാളുടെ ഹാർട്ട് റേറ്റ് അധികമായിട്ടാണ് സിഗ്നൽ കാണിച്ചു. പെട്ടെന്ന് ഡോക്ടേഴ്സ് എല്ലാവരും ഓടി വന്നു. അതിനുള്ളിൽ ഇവളും കയ്യിലുള്ള ബാൻഡ് അയച്ചതോ ഹാർട്ട് നിന്ന് പോയ പോലെ സിഗ്നൽ കാണിച്ചു. അതോടെ ഇയാൾ ഓൾറെഡി ഡെഡ് ആയി എന്ന് അവർ വിശ്വസിച്ചു. അവസാനം ഇവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ 60 വർഷം വെയിറ്റ് ചെയ്ത് അവരുടെ റിവഞ്ച് എടുത്തു.